നമുക്ക് ശരീരത്തിലേക്ക് മൊത്തം ആഗിരണം ചെയ്യാനും നല്ല റിസൾട്ട് കിട്ടാനും ബുദ്ധി വികാസത്തിനും ശോധന കുറവുള്ളപ്പോഴും നമ്മൾ അതുപോലെ വളർച്ച ഉണ്ടാവാനും സ്കിന്നിന് ഗുണം കിട്ടാനും അതായത് ആ രസായന പ്രയോഗങ്ങൾ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ നന്നാവുക രാവിലെ വെറും വയറ്റിൽ കൊടുക്കുന്നതാണ് നല്ലത്. അതുപോലെ തന്നെ ശോധന കുറവുണ്ടെങ്കിൽ നമുക്ക് വൈകിട്ടും കൊടുക്കാം. രാത്രി ഭക്ഷണം കൊടുക്കുന്നതിനൊക്കെ ഒരു മണിക്കൂർ മുൻപ്. അപ്പോൾ രാവിലെ ഒരു 6 മണി വൈകിട്ട് ഒരു 6 മണി എന്ന് ഞാൻ പൊതുവെ പറയും. സമയം ക്ലിപ്താക്കണ്ട, ചിരിയൊക്കെ വ്യത്യാസപ്പെട്ടിട്ട് കുഴപ്പമില്ല. അപ്പോൾ വെറും വയറ്റിൽ വയറധികം ഭക്ഷണമില്ലാതെ ഒഴിഞ്ഞിരിക്കുന്ന സമയത്ത് കൊടുക്കുക, അത്രേ ഉദ്ദേശിച്ചുള്ളൂ. അപ്പോൾ അത് രാവിലെ നിർബന്ധമായിട്ട് കൊടുക്കാം, വേണമെങ്കിൽ രാത്രി ഒരു പ്രാവശ്യം കൂടെ കൊടുക്കാവുന്നതാണ്. കുട്ടികൾക്കൊക്കെ പ്രത്യേകിച്ച് 1 ടീസ്പൂൺ മതി. ഇനി വലിയ കുട്ടികളും വലിയവരൊക്കെ ആണെങ്കിൽ 2 സ്പൂൺ എടുക്കുക. 2 ടീസ്പൂണിൽ കിട്ടുന്ന അളവ്. ഇതേപോലെ നന്നായിട്ട് ചൂടുവെള്ളത്തിൽ കഴുകി ഒരു രാത്രി മുഴുവൻ വെള്ളത്തിൽ വിട്ട് വെച്ചിരിക്കുക. പിറ്റേന്ന് സ്ക്വീസ് ചെയ്ത് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്ത് ഞെരടി പിഴിഞ്ഞെടുക്കുക എന്ന് പറയും. എന്നിട്ട് അത് അരിച്ചെടുക്കണം. അതാണ് കൊടുക്കേണ്ടത്. അപ്പോൾ അനീമിയയ്ക്ക് കഴിക്കുമ്പോൾ, രക്തക്കുറവിനായിട്ട് കഴിക്കുമ്പോൾ നമുക്ക് ഭക്ഷണശേഷം കഴിക്കുന്നതാണ് ഉചിതം. മനസ്സിലായോ? ഭക്ഷണം കഴിഞ്ഞിട്ട് കൊടുക്കുക. രാവിലെ ഒരു 10 മണി 11 മണി സമയത്ത് കൊടുത്താൽ ഉചിതമായി. അത് വലിയവരായാലും അങ്ങനെ തന്നെ. ഇനി കുഞ്ഞു കുട്ടികൾക്ക് 1 ടീസ്പൂൺ, വലിയ കുട്ടികൾക്ക് 2 ടീസ്പൂൺ, വലിയവർക്ക് 3 ടീസ്പൂൺ.